CPM-ന്റെയും കോൺഗ്രസിന്റെയും ഗൂഢാലോചനയുടെ ഭാഗമായി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ നാണം കെട്ട ഒരു നാടകത്തിന്റെ ഭാഗമായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന് അനുകൂലമായ നിലപാടിലേക്ക് കേരള ഹൈക്കോടതി മാറിയിരിക്കുന്ന രംഗമാണ് ഇന്ന് കൊച്ചിയിൽ ഹൈക്കോടതി വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഹൈക്കോടതി ഇന്ന് വളരെ നിശിതമായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലിയോട് പറഞ്ഞു, നിങ്ങൾ ഓർമ്മിക്കണം, ജയിലിൽ കിടക്കുന്നത് ഒരു BJP പ്രവർത്തകൻ മാത്രമല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധിയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധിയെ നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്നു. അതിന് മതിയായ കാരണം നിങ്ങൾക്കുണ്ടായിരിക്കാം, അത് നിങ്ങൾ ബോധിപ്പിക്കുക. പക്ഷേ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യണം. ഈ മാസം 23-നകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം നഷ്ടമാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി പറഞ്ഞ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി സത്യപ്രതിജ്ഞ ചെയ്യാൻ 10 ദിവസം കൂടിയാണ് അവശേഷിക്കുന്നത്. ഈ 10 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും. അതിനുവേണ്ടി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അദ്ദേഹം നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്, അദ്ദേഹം ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ നേതാവാണ്. അത്തരമൊരാളെ ജനാധിപത്യ വിരുദ്ധമായി അദ്ദേഹത്തിൻ്റെ ജനവിധി മാറ്റിമറിക്കുന്ന തരത്തിൽ കോടതിയുടെ അനുമതി കൂടാതെ ജയിലിൽ പിടിച്ചിടാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് കേരള ഹൈക്കോടതി ഇന്ന് പറഞ്ഞതിൻ്റെ സാരം. സുഗതൻ്റെ കേസിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള അവകാശം ഹൈക്കോടതി ശരിവെക്കുന്നുണ്ട്. ഹൈക്കോടതി ചോദിക്കുന്നു, നിങ്ങൾക്ക് കോർപ്പറേഷനിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിന് തടസ്സമുണ്ടെങ്കിൽ, നേരത്തെ നെടുമങ്ങാട് കോടതി അദ്ദേഹത്തിന് ഒരു ദിവസത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ടുള്ള പരോൾ നൽകാൻ ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസുള്ളത്. ഹൈക്കോടതി ചോദിക്കുന്നു, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിയൂർ അതിസുരക്ഷാ ജയിലിലാണല്ലോ സുഗതനുള്ളത്, അവിടെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തുകൂടെ? അങ്ങനെ ഉണ്ടെങ്കിൽ മേയർ അവിടെ ചെല്ലണം. മേയർ അതിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങ് വിളിച്ചു കൂട്ടി മേയറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്താൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം. സുഗതൻ കൗൺസിലറായിട്ട് തുടരും. ഹൈക്കോടതിയാണ് സത്യത്തിൽ ഈ സ്ഥിതി ഉണ്ടാക്കിയത്. കാരണം ഇവരുടെ സത്യപ്രതിജ്ഞ ഭരണഘടന പറയുന്ന തരത്തിൽ, മുനിസിപ്പൽ നിയമം പറയുന്ന തരത്തിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ദൈവനാമത്തിലോ ദൃഢനിശ്ചയപ്രകാരമോ അല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് എല്ലാ BJP കൗൺസിലർമാരും രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞതും അതിൻ്റെ പിറ്റേന്ന് തന്നെ സുഗതനൊഴികെ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തതും. അപ്പോൾ സ്വാഭാവികമായും സുഗതന് നീതി വാങ്ങിക്കൊടുക്കേണ്ടതും ഹൈക്കോടതിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ വിധിയുടെ ഫലമായിട്ടാണ് സുഗതന് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ്. കാരണം ഹൈക്കോടതിയിൽ മുമ്പാകെ DGP എതിർത്തതിൻ്റെ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എതിർത്തതിൻ്റെ കാരണം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനും നിയമം പഠിച്ച ഒരാളാണ്. ദീർഘകാലം കേരള ഹൈക്കോടതിയിൽ നിയമകാര്യ ലേഖകനായി, കേരള കൗമുദി ദിനപത്രത്തിൻ്റെ നിയമകാര്യ ലേഖകനായി ഏതാണ്ട് 10-12 വർഷം ജോലി എടുത്ത ആളാണ്. എല്ലാ കോടതികളിലെയും നടപടിക്രമങ്ങൾ എനിക്കറിയാം, ഞാനത് സവിസ്തരം കണ്ടിട്ടുണ്ട്. അവിടെ വന്നിട്ട് കേരള സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞ വാദം, ഇയാൾ കാപ്പ കേസിലെ പ്രതിയാണ്, അയാൾക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, ആസിഫ് അലി എന്ന് പറയുന്ന കോൺഗ്രസിന് വേണ്ടി നിരന്തരം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മുതിർന്ന അഭിഭാഷകൻ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം നമ്മുടെ പാർലമെൻറ്റിലെ 2 അംഗങ്ങൾ ഇപ്പോൾ തീഹാർ ജയിലിൽ കഴിയുന്നുണ്ട്. ഒന്ന് കാശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ച എഞ്ചിനീയർ റാഷിദ് എന്ന് പറയുന്ന ആൾ കൊടും ഭീകരനാണ്. കാശ്മീരിലെ ഭീകര പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിച്ചു എന്നതുൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് എഞ്ചിനീയർ റാഷിദ്. വിഘടനവാദ പ്രസ്ഥാനത്തിൻ്റെ ആളാണ്. അയാൾ ബാരാമുള്ളയിൽ മത്സരിച്ച് ജയിച്ചു. 2019 മുതൽ ജയിലിലാണ്. പക്ഷേ അയാൾ MP ആണ്. അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് കണ്ടെത്തിയ കോടതി അയാളെ സ്പീക്കറുടെ ചേംബറിൽ എത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുമതി നൽകി. MP എന്ന നിലയിൽ ജയിലിലാണ്. പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. ഇനി മറ്റൊരാളുകൂടിയുണ്ട്, പഞ്ചാബിലെ അമൃതപാൽ സിംഗ്. ഖദൂർ സാഹിബ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിച്ച ജയിച്ച വ്യക്തിയാണ്, MP ആണ്. വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലവനാണ്, ഖലിസ്ഥാൻവാദിയാണ്. ദേശീയ സുരക്ഷാ നിയമം NSA പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അയാളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജയിലിൽ കിടക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമില്ല, പാർലമെൻറ്റിൽ വരാൻ കഴിയുന്നില്ല. കോടതിയെ സമീപിച്ചു. അമൃത്സർ കോടതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇയാൾക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ട്, കാരണം ഇയാൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് ജനവിധിയുടെ ഭാഗമാണ്, അതിന് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ 2 സുപ്രധാന വിധികൾ, ഈ 2 പേർ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആളുകൾ പാർലമെന്റ് അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രം നമ്മുടെ മുന്നിൽ, ഒരുപാട് പഴയ ചരിത്രമൊന്നുമല്ല, ഇപ്പോഴത്തെ പാർലമെന്റിന്റെ കാര്യത്തിലാണ്.
നിലവിലുള്ള പാർലമെന്റിൽ അംഗമായി വന്ന ആളുകളാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്തത് എങ്ങനെയാണ്? പാർലമെന്റിലാകാമെങ്കിൽ അതേ നടപടിക്രമങ്ങളല്ലേ, അതേ ജനാധിപത്യ സംവിധാനമല്ലേ രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ബോഡികളിലും ഉള്ളത്? അപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് കാപ്പ കേസിലെ പ്രതി ആയതുകൊണ്ട് പ്രത്യേക അവകാശങ്ങളൊന്നുമില്ല എന്ന്? കൊലക്കേസിലെ പ്രതിക്ക്, ഭീകരവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവിന്, ഭീകര പ്രവർത്തനത്തിൻ്റെ പേരിൽ ജയിലിൽ തീഹാറിൽ കഴിയുന്ന ആൾക്ക്, കാശ്മീരിനെ വിഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നേതാവിന്, പഞ്ചാബിനെ ഭിന്നിപ്പിച്ച് ഖലിസ്ഥാൻ ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുന്ന ഭീകര സംഘടനയുടെ പ്രവർത്തനമായി ഒരുപാട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്ന ആൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം രാജ്യത്തെ നീതിപീഠം കൊടുത്തെങ്കിൽ തിരുവനന്തപുരത്തെ കൗൺസിലർ ആർ സുഗതൻ എന്താ ചെയ്തത്? നാട്ടിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. ചില CPM-കാരുടെ ഗുണ്ടായുസത്തെ ചോദ്യം ചെയ്തു. അമ്പലപ്പറമ്പിൽ ഉത്സവം കലക്കാൻ വന്നവനെ നാട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് സംസാരിക്കാൻ ചെന്നു. അവൻ കശവിശ ഉണ്ടാക്കിയപ്പോൾ ചില ഉന്തും തള്ളും അടി കലശലും ഉണ്ടായി. അതിൻ്റെ പേരിൽ വധശ്രമം കേസ് ചുമത്തി പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടയെന്ന് വ്യാഖ്യാനിച്ച് നിയമവിരുദ്ധമായി കാപ്പ ചുമത്തി ജയിലിലടച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തിയ, പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ, ഭരണം മാറിയിട്ടും CPM-ന്റെ കിങ്കരന്മാരായി പ്രവർത്തിക്കുന്ന ചില പോലീസുകാരെ ഉപയോഗിച്ച് നടത്തിയ നാടകങ്ങളുടെ ഭാഗമായിട്ടാണ് സുഗതൻ ജയിലിൽ കഴിയുന്നത്. ജയിലിൽ കഴിയുന്ന സുഗതന് തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയോഗ്യത ഉണ്ടാകുമായിരുന്നു സ്വാഭാവികമായിട്ടും. പക്ഷേ നമ്മൾ ആലോചിക്കണം, കേരളത്തിലെ നിയമസഭയിൽ ഇരിപ്പുണ്ട് കാരായി രാജൻ ഫസൽ വധക്കേസിലെ പ്രതിയാണ്. ഫസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നിട്ട് ആ രക്തം പുരണ്ട തൂവാല RSSകാരുടെ വീടുകളിൽ കൊണ്ടിട്ട് RSSകാരുടെ തലയിൽ ഈ കേസ് കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ച CPM-ന്റെ നേതാവ് കാപ്പ ചുമത്തി പുറത്താക്കിയിരുന്നു. 2 വർഷത്തോളം കണ്ണൂരിൽ കയറാതെ കാരായി രാജൻ എറണാകുളത്താണ് താമസിച്ചത്. എന്നിട്ട് നിയമസഭയിൽ മത്സരിച്ചു. ഇപ്പൊ MLA ആയി നിയമസഭയിൽ ഇരിക്കുന്നുണ്ട്. ഒരു ഈച്ചയെ പോലും കൊല്ലാത്ത ആളാണ് ആർ സുഗതൻ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പേരിൽ ഇടപെടുന്നു. പ്രശാന്ത് എന്ന് പറയുന്ന മുൻ MLA ആ മണ്ഡലത്തിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങളും കള്ളത്തരങ്ങളും മുഴുവൻ തുറന്നു കാട്ടി. സുഗതൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ കാണാം. CPM-ന്റെ MLA ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള നെറികേടുകൾ മുഴുവൻ തുറന്നു കാണിക്കുന്ന നിരവധി വീഡിയോകളുണ്ട്. ഈ വീഡിയോകളെല്ലാം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. അപ്പം സ്വാഭാവികമായും CPM-ന് അവിടുത്തെ MLA-ക്ക് കണ്ടാൽ പച്ചവെള്ളം ചവച്ചരിച്ച് കുടിക്കുന്ന വളരെ സാധുമുഖമുള്ള ഒരു MLA. അദ്ദേഹമാണ് കോർപ്പറേഷൻ്റെ കെട്ടിടത്തിലെ മുറി നാമമാത്രമായ തുകയ്ക്ക് MLA ഓഫീസാക്കി മാറ്റി അതും കൊടുക്കാതെ കുടിശ്ശിക ഉണ്ടാക്കിയത്. അങ്ങനെ ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനങ്ങളുടെ പേരിൽ നടത്തിയിട്ടുള്ള നെറികെട്ട ഇടപാടുകളൊക്കെ തുറന്നു കാണിച്ച ആളാണ് സുഗതൻ. അതുകൊണ്ട് സുഗതൻ തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക്, തൻ്റെ പാർട്ടിയുടെ തെമ്മാടിത്തരത്തിന് ഒരുപാട് വിഘാതമുണ്ടാക്കിയ ആളായതുകൊണ്ട് ഇയാളെ ജയിലിൽ പാർപ്പിക്കണമെന്ന് പ്രശാന്തിന് തോന്നിയിട്ടുണ്ട്, CPM-ന് തോന്നിയിട്ടുണ്ട്. പിന്നെ CPM-ന് ആഗ്രഹമുണ്ട് കോർപ്പറേഷൻ VV രാജേഷ് മേയർ ആയുള്ള കോർപ്പറേഷൻ്റെ ഭരണം അട്ടിമറിക്കണം. കാരണം CPM കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവിടെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ കൊള്ളയും തുറന്നു കാണിക്കുകയും അതെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നഗരസഭ. ഇനി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവിടെ തുടർന്നാൽ CPM കോർപ്പറേഷനിൽ നടത്തിയിട്ടുള്ള 100 കണക്കിന് കോടി രൂപയുടെ വെട്ടിപ്പുകൾ പുറത്തു വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭരണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനുവേണ്ടി അവിടുത്തെ വളർന്നു വരുന്ന യുവ നേതാവായ സുഗതനെ കരുവാക്കുകയായിരുന്നു. സുഗതനോട് കാണിച്ച അനീതിയാണ് ഇന്ന് കോടതി മുമ്പാകെ എക്സ്പോസ് ചെയ്യപ്പെട്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യും. സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ തന്നെയായിരിക്കും. കാരണം കോടതി പറയുന്നു സുഗതൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയാണ്, ജനങ്ങളുടെ നേതാവാണ്, ജനങ്ങളുടെ തീരുമാനമാണ്. ജനഹിതത്തെ അട്ടിമറിക്കാൻ ഒരു CPM-നും ഒരു കോൺഗ്രസിനും ഒരു VD സതീശനും ഒരു ചെന്നിത്തലയ്ക്കും ഒരു അഭിജിത്തിനും ഒരു വിപിനും ഒരു കോടതിക്കും അവകാശമില്ല. ജനവിധിയാണ് അന്തിമവിധി. ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി സുഗതൻ്റെ കാര്യത്തിലെ നിർണായക തീരുമാനമെടുക്കാൻ പോകുന്നത്. ഇന്ന് 2 മണിക്ക് ആ വിധി വരും. നമുക്ക് അതിനുശേഷം വീണ്ടും അതേക്കുറിച്ച് സംസാരിക്കാം. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.